ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. എക്സ് അക്കൗണ്ടിലൂടെയാണ് പ്രധാനമന്ത്രി ഈ പ്രതികരണം നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിനും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിനിടയിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം. യുവാക്കളുടെ ഭാവി തുലച്ചത് പ്രധാനമന്ത്രി എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. AC മുറിയിൽ നിന്ന് പുറത്തുവന്ന് തലപൊട്ടി യുവാക്കളെ കാണൂ എന്നും പ്രധാനമന്ത്രിയോട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെടുന്നുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണല്ലോ, ഒരു പരസ്യ പ്രതികരണമാണല്ലോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഇത്രയും കാലമായിട്ടും NDA യോഗത്തിൽ പറഞ്ഞു നടപടിയെല്ലാം സ്വീകരിച്ചു, അതിന്റെ വാർത്ത പുറത്തേക്ക് വന്നു. എത്ര വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് കേൾക്കാതിരിക്കൽ അല്ലല്ലോ ഉചിതം ജനാധിപത്യത്തിൽ. ഇപ്പോൾ എക്സ്പോസ്റ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ആ വിശദീകരണത്തോടുള്ള സമരക്കാരുടെ പ്രതികരണം എന്താണ്? ഏറ്റവും ഒടുവിൽ സമരത്തിൽ പങ്കെടുക്കുന്ന അശുതോഷ് റാങ്കയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതികരണം തങ്ങൾ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. കാരണം പ്രധാനമായും മുറിവുണ്ടാക്കി കഴിഞ്ഞ് മരുന്ന് വെക്കലല്ല, മുറിവ് വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത് എന്നാണ് CJP പറയുന്നത്. ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിച്ച് സംഭവിക്കുന്നു. ഇതിന് ആരാണ് ഉത്തരവാദി? ആ ഉത്തരവാദികളായവർക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു എന്നല്ല, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈ വിദ്യാഭ്യാസ മേഖലയിൽ, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അശുതോഷ് റാങ്ക് അടക്കമുള്ള CJP നേതാക്കൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഇതേ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി AC മുറി വിട്ട് പുറത്തിറങ്ങി വരണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. രാജ്യത്തെ യുവാക്കളുടെ ഭാവി തുലച്ചത് പ്രധാനമന്ത്രിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ 1.5 മാസത്തോളം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികരണം കൊണ്ട് മാത്രം കാര്യമായില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മടിക്കുന്നു? ഇന്നത്തെ ഡൽഹിയിൽ അന്തരീക്ഷം എങ്ങനെയാണ്? ഡൽഹിയിൽ ഇപ്പോൾ സമരക്കാരുടെ കൂടുതലായുള്ള വരവുണ്ടോ, അതോ ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം, അതിന്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ടോ? അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ സമരം ഏറ്റെടുത്തു എന്നൊരു പ്രതീതിയാണല്ലോ, ഫീലാണല്ലോ ഇന്നലെയും മിനിങ്ങാനും ഒക്കെ ഉണ്ടായത്. ആ നിലയിൽ തന്നെയാണോ, അതോ സമരക്കാർ കൂടുതലായി ഇതിന്റെ കൺട്രോൾ വീണ്ടും ഏറ്റെടുക്കുകയാണോ? സമരക്കാരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുമുണ്ട്. ജന്തർ മന്ദറിൽ ഏകദേശം ഇപ്പോഴും ഈ രാവിലെ സമയത്തും ആളുകൾ ജന്തർ മന്ദറിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വൈകിട്ടോട് കൂടിയാണ് കൂടുതൽ ആളുകൾ സാധാരണഗതിയിൽ ജന്തർ മന്ദറിൽ ഉണ്ടാവുക. ഇന്നലെ ഉൾപ്പെടെ ജന്തർ മന്ദർ നിറഞ്ഞ് പുറത്തേക്ക് ഉൾപ്പെടെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. CRPF ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. മറ്റുള്ള പശ്ചിമ ബംഗാളിൽ നിന്നടക്കം 20 കമ്പനി CRPF ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിൽ എത്തിക്കുമെന്നത്. അതിന് പ്രകാരം കൂടുതൽ CRPF ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഡൽഹിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരും ഇപ്പോൾ ജന്തർ മന്ദറിന് സുരക്ഷ ഒരുക്കുന്ന സംഘത്തിലുണ്ട്. അതേസമയം തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജന്തർ മന്ദറിന് ചുറ്റും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഭാഗികമായി തടസ്സപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ചില നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ ഇപ്പോഴും പോലെയുള്ള വലിയ നെറ്റ്വർക്കുകളിലൊക്കെ നെറ്റ്വർക്ക് പ്രതിസന്ധി ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദറിൽ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ, ഇന്നലെ ഉൾപ്പെടെ ഈ രീതിയിൽ ഇന്റർനെറ്റ് നിരോധനമുണ്ടായിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ളവർ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ ഇന്റർനെറ്റ് നിരോധനത്തിന് പുറമെ 16 മെട്രോ സ്റ്റേഷനുകൾ, ജന്തർ മന്ദറിന് സമീപത്തുള്ള സ്റ്റേഷനുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഡൽഹി മെട്രോ കോർപ്പറേഷൻ.